ഹായ് ഓൾ, ഒരു കുട്ടി റെഡി വിത്ത് മീ ആണ്. രാവിലെ എഴുന്നേറ്റ് കർട്ടനൊക്കെ ഓപ്പൺ ചെയ്ത് ജനാലൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുറച്ച് ഹെക്റ്റിക് ഡേ ആണ്, കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. മോർണിംഗ് റൊട്ടീനിൽ ആദ്യത്തേത് ബ്രഷ് ചെയ്യുക, ഫേസ് വാഷ് ചെയ്തു, ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ സൺസ്ക്രീമൊക്കെ ഇട്ട് മോനെ എഴുന്നേൽപ്പിക്കണമായിരുന്നു. മോനെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് അവനെ റെഡിയാക്കി. രാവിലെ ഒരു പിള്ളേരെ ക്ലാസ്സിൽ വിടാന്ന് പറയുന്നത് ഒരു വലിയൊരു തലവേദന പിടിച്ച പണിയാണ്. പിന്നെ അവന് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം അവനെയും കൊണ്ട് ഞാൻ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തു. പിന്നെ കുറച്ച് ഷോപ്പിലോട്ട് കുറച്ച് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. UK ഒരു കസ്റ്റമറിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ സ്വയംവര എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. സ്വയംവര സിൽക്കിലാണ് പോയത്. അവിടെ നിന്ന് ഷർട്ട്സ് എടുക്കാനുണ്ടായിരുന്നു. ഷർട്ടൊക്കെ എടുത്ത് ലൈനിങ്ങൊക്കെ എടുത്തിട്ട് തിരിച്ച് ഷോപ്പിലോട്ടൊക്കെ പോകാനായിട്ട് എനിക്ക് തോന്നുന്നു മോർണിംഗ് ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും അറൗണ്ട്. ഷോപ്പിൽ പോയി ഷോപ്പിൽ ചെന്ന് സാധനങ്ങളൊക്കെ കൊടുത്ത് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാൻ പറഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് തിരിച്ചു പോയി കുളിച്ച് വീണ്ടും റെഡിയായി സൺസ്ക്രീമൊക്കെ പുരട്ടി ബോഡി എറണാകുളം പോകണമായിരുന്നു. അപ്പോൾ ബോഡിയിലൊക്കെ സൺസ്ക്രീൻ പുരട്ടി അണ്ടർആംസ് സെറ്റ് സ്ലീവ്ലെസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് സ്മെല്ലുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി അണ്ടർആംസ് സ്പ്രേ ചെയ്ത് ചെറിയൊരു മേക്കപ്പും കൂടി ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ ഡയറക്റ്റ് എറണാകുളത്തേക്ക് കുറച്ച് പർച്ചേസിങ്ങും ഉണ്ട്. പിന്നെ ഡെൻ്റൽ ഡോക്ടറുടെ ഒരു അപ്പോയിൻമെൻറ്റും ഉണ്ട്. അങ്ങനെ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഷോപ്പിൽ തന്നെ ഉള്ള ഫാബ്രിക്കാണ്. അജ്രക്കിൻ്റെ പ്രിൻറ്റിലുള്ളതാണ്. ഒരു യെല്ലോ ഗ്രീനിഷ് ഷെയ്ഡായിട്ടാണ് വരുന്നത്. കോട്ട് സെറ്റാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ട് സെറ്റാണ്. ചൂടത്തായതുകൊണ്ട് കൊണ്ട് ഇത് ഇടുമ്പോൾ തന്നെ ഒരു കംഫർട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോസ്റ്റ്യൂം തന്നെ ഇട്ടത്. അങ്ങനെ ഞാൻ ഗെറ്റ് റെഡി ആയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. കുറച്ച് പട്ടി ഷോയൊക്കെ ഇറക്കിയതിന് ശേഷം ഫോട്ടോയൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് സമയമില്ലാത്ത നേരത്താണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും കൊടുങ്ങല്ലൂർക്ക് പോയി. ബട്ടൺ ഹോൾ വയ്ക്കാനുണ്ടായിരുന്നു. ആ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിശന്നിട്ടും വയ്യായിരുന്നു. വെയിറ്റ് ചെയ്ത് ആകെ അവശതയായിട്ടിരിക്കുകയാണ്. ഷോപ്പ് അടച്ചിട്ടേക്കാണ്. ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ബട്ടൺ ഹോൾ. ഞങ്ങൾ കൊടുങ്ങല്ലൂർ തന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബട്ടൺ ഹോൾ വയ്ക്കുന്ന ഒരു ചേട്ടനാണ്. ഞാൻ സ്ഥിരമായിട്ട് ബട്ടൺ ഹോൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് വരാറ്. ചേട്ടനപ്പം എനിക്ക് വേഗം ബട്ടൺ ഹോളൊക്കെ വെച്ച് കഴിഞ്ഞ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് കൊറിയർ സെൻറ്ററിൽ പോയി. UK ഞാൻ പറഞ്ഞല്ലോ കൊറിയർ അയക്കാണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ അയച്ചതിന് ശേഷം നേരെ എറണാകുളത്തേക്ക് വിട്ട്. എറണാകുളം എത്തിയ പാടെ ഞാനായിട്ട് വിശന്നിട്ട് വയ്യായിരുന്നു. രാവിലെ ഭക്ഷണം കഴിച്ചതാണ്. അപ്പോൾ ബ്രോഡ്വേയിലുള്ള മേനകയിലുള്ള ഒലീവിൽ കയറിയിട്ട് ഒലീവും പോട്ടെ ഓവനിൽ കയറിയിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസും പിന്നെ നോർത്ത് ഇന്ത്യൻ സമൂസയും കഴിച്ച് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഡൈ ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു കടയിൽ ഷോപ്പിലോട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് നേരെ പല്ല് ഡോക്ടറുടെ അടുത്തേക്ക് പോയി. 3:30 ആയിരുന്നു അപ്പോയിൻമെൻറ്റ്. ഞാൻ എത്തിയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു 5:30 അറൗണ്ട് 5:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല്ല് ഡോക്ടറുടെ അടുത്ത് കയറി പല്ല് കമ്പിയൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ശേഷം പോയത് മിലനിലോട്ടാണ്. മിലനിൽ ക്യാമറ അലൗഡ് അല്ല. അവിടെ നിന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ MG റോഡിൽ തന്നെ ആര്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അവിടെ ബട്ടൂര കഴിക്കാൻ കയറി. ഞാൻ ബട്ടൂരും ചന്ന മസാലയും കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറിയതാണ്. തൊട്ടടുത്തൊരു ശ്രീകൃഷ്ണ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സ്വീറ്റ്സും വാങ്ങിച്ച് ഇങ്ങനെ പതുക്കെ നടന്ന് ആര്യാസിലായിരുന്നു വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. തിരിച്ച് ആര്യാസിൻ്റെ അവിടേക്ക് പോയിട്ട് നല്ല ബട്ടൂരായിരുന്നു കേട്ടോ. നല്ല ബട്ടൂരും ചെന്ന മസാല ആയിരുന്നു. ചായയും നല്ലതായിരുന്നു. ബ്ലാക്ക് ടീ കുടിച്ചത്. അവിടെ പോയിട്ട് വണ്ടി എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് വീട്ടിലെത്തിയപ്പോഴേക്കും അറൗണ്ട് 8:30 ഒക്കെ ആയി.
വീട്ടിൽ ചെന്ന് നേരെ പോയി റൂമിൽ ചെന്ന് ഫ്രഷൊക്കെ ആയി നൈറ്റിലെ സ്കിൻ കെയറൊക്കെ ചെയ്യാൻ വിചാരിച്ചു. ഹെയർ നല്ല ചെട പിടിച്ചിട്ടുണ്ടായിരുന്നു. 2 വീലറിനായി പോയിരുന്നത്. അപ്പോൾ കുറച്ച് സെറം എടുത്തിട്ട് ഹെയറൊക്കെ നന്നായി ഒന്ന് ഒതുക്കി കെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഉറങ്ങണ നേരത്ത് എനിക്ക് ഹെയർ ഫേസിലോട്ട് വരുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ സിറൊക്കെ കെട്ടി ഹെയറൊക്കെ നന്നായി ഒതുക്കി വെച്ചിട്ട് സ്കിൻ കെയർ ചെയ്തു. ഫേസ് വാഷ് ചെയ്തിട്ട് ലിപ് ബാം ഇട്ട്, സ്ലീപ്പിംഗ് ലിപ് ബാമാണ് ഇട്ടത്. പിന്നെ മോയ്സ്ചറൈസർ, സിറം ഇത് മിനിമലിസ്റ്റിൻ്റെ സിറമാണ്. നല്ല സിറമാണ് കേട്ടോ. ഇത് തേച്ച് പിന്നെ എൻ്റെ മുഖത്തൊരു ആക്നെ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിറമാണ്. നിയാസിനമൈഡിൻ്റെയാണ്, മിനിമലിസ്റ്റിൻ്റെ. അങ്ങനെ ഞാൻ റെഡിയായി. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഗൈസ്.